മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് 3 ഘട്ടങ്ങളിലായിട്ടാണ് ബന്ദിമോചനം നടക്കുക. ആദ്യ ഘട്ടത്തിൽ തന്നെ 33 പേരെയാണ് ഹമാസ് മോചിപ്പിക്കുക, ഇസ്രായേലിന് വിട്ടുകൊടുക്കുക. അതിനനുസരിച്ച് ആദ്യ ദിവസം തന്നെ 3 പേരെ ഹമാസ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നു, ഇസ്രായേൽ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. ഹമാസ് അടുത്ത 4 പേരെ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും കൈമാറിയിരിക്കുന്നു. ഇന്ന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലെ 4 പൗരന്മാരെ കൂടി വിട്ടുകൊടുക്കുന്നതാണ്. ഈ 4 പേരെയും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 4 സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. ആദ്യത്തെ പേരാണ് ലിറി അൽബാഗ്, 19 വയസ്സ് മാത്രമാണ് പ്രായം. ഡാനിയേല ഗിൽബോവ, 20 വയസ്സ് മാത്രമാണ് പ്രായം. കരീന അരിയേവ്, 20 വയസ്സ് മാത്രമാണ് പ്രായം. നാമലവി, 20 വയസ്സ് മാത്രമാണ് പ്രായം. ഈ 4 പെൺകുട്ടികളെയാണ് ഇന്ന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ 4 പേരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ പ്രമുഖ പാർട്ടികൾ, കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവരൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ 4 പേരുടെയും ഫോട്ടോ ഒക്കെ പൊക്കിപ്പിടിച്ചിട്ട് മനുഷ്യത്വത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് പ്രകടനമോ അന്തിചർച്ചകളോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ 4 പെൺകുട്ടികൾക്കും ഇല്ലേ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ബന്ധുക്കളും? ഇവരൊക്കെ തന്നെ മനുഷ്യത്വത്തിന് അർഹതയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആയിക്കൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഇവിടെയുള്ള മുസ്ലിം ലീഗ് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഇത്തരം പാർട്ടികളൊക്കെ തന്നെ ഗാസയിലെ മനുഷ്യത്വം മാത്രം എന്തുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇന്ന് വിട്ടുകൊടുക്കുന്ന 4 പേരുടെ പേരുൾപ്പെടെ അവരുടെ വയസ്സുൾപ്പെടെയാണ് ഞാൻ എടുത്ത് വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. 19ഉം 20ഉം വയസ്സുള്ള പെൺകുട്ടികൾ. ഇതില് 1-2 ആഴ്ച മുമ്പേ ലിറി അൽബാഗിന്റെ ഒരു വീഡിയോ ഹമാസ് എന്ന ഭീകര സംഘടന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പേടിച്ച് വിറച്ചുകൊണ്ടാണ്, കരഞ്ഞുകൊണ്ടാണ് ഈ ലിറി അൽബാഗ് ഓരോ കാര്യങ്ങളും രംഗത്തേക്ക് വിളിച്ചു പറയുന്നുണ്ടായിരുന്നത്. ഹമാസിന്റെ പേടിപ്പെടുത്തലൊക്കെ ഒരു ഭാഗത്ത് നിന്നിട്ട് അവര് വീഡിയോ എടുത്തിട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലിറി അൽബാഗ്, അതേപോലെ തന്നെ ഇതിലുള്ള നാമലവി, നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാമലവിയെ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകര പ്രവർത്തകര് പിക്കപ്പ് വാഹനത്തില് പിറകില് വലിച്ചു കയറ്റിയിട്ട് ഫുള്ള് ചോരയിൽ കുളിച്ചായിരുന്നു. പാൻറിലൊക്കെ തന്നെ ചോരയായിരുന്നു. ഇതിന് പ്രതീകമായിട്ട് ഈ നാമലവിക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിലെ തെരുവോരങ്ങളിൽ പ്രതിഷേധം നടത്തുന്ന പ്രതിഷേധക്കാർ പോലും ഇതുപോലെ ചോരയൊക്കെ പാൻറിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പാൻറിൽ ആക്കിക്കൊണ്ടുള്ളൊരു വലിയ പ്രതിഷേധങ്ങളായിരുന്നു ഇസ്രായേൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ തിരിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ഭീകരരെന്ന് വലിച്ചു കൊണ്ടുപോയതാ. നിങ്ങൾ കേരളത്തിലെ സുബോധമുള്ള സകലരോടും ചോദിക്കാനുള്ളത്, 20ഉം 19ഉം വയസ്സുള്ള പെൺകുട്ടികൾ നിങ്ങൾക്കുമില്ലേ? നിങ്ങൾക്കുമില്ലേ ഇതുപോലെയുള്ള സഹോദരിമാര്? നിങ്ങൾക്കുമില്ലേ ഇതുപോലെയുള്ള മക്കള്? ഇത് ഇവിടെ ആരും തന്നെ ചർച്ചയില്ല. ഇവിടെ ഗാസയിലെ മനുഷ്യത്വം മാത്രമേ ചർച്ചയോ. അല്ല, നിങ്ങൾ കണ്ടില്ലേ ഗാസയിൽ ഇപ്പോ ഹമാസ് ഭീകരർ വലിയ വീഡിയോകൾ പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ യൂണിഫോമില്, പുതിയ വാഹനങ്ങളിലൊക്കെ ആയിട്ട് വലിയ വീഡിയോകൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പട്ടിണിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഹമാസ് ഭീകരർ പുതിയ യൂണിഫോമിൽ, പുതിയ കാറില്, വലിയ സെറ്റപ്പില് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ പണമൊക്കെ ആവശ്യത്തിലും അധികം ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ പട്ടിണി വിളിച്ചു പറഞ്ഞ് ഇരവാദം വിളിച്ചു പറയുന്ന ആളുകളാണ് ഇത് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാഴ്ചയും കൂടിയുണ്ട്. ഹമാസ് ഈ ഗാസൻ തെരുവോരങ്ങളിലൂടെ നടന്നുകൊണ്ട് ഗാസയിലെ സാധാരണ ജനങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോകൾ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. ക്രൂരമായിട്ട് ഗാസൻ ജനതയെ ഉപദ്രവിക്കുന്നത്. എന്തേ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസോ ഇടതുപക്ഷോ ഇവിടെയുള്ള മുസ്ലിം ലീഗോ ആരും തന്നെ ഗാസൻ ജനതയുടെ
മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഈ ഒരു സമയത്ത് രംഗത്ത് വരാത്തത്? അപ്പൊ ഇവരൊക്കെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയാണോ അനുകൂലിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ഗാസയില് ഹമാസ് നിയന്ത്രണത്തില് ഹമാസ് ഗാസൻ ജനതയിൽ പരേഡ് നടത്തുന്ന ഗാസൻ ജനതയ്ക്ക് ഇടയിലൂടെ പോയിക്കൊണ്ട് ഇവർക്കെതിരെ നിൽക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തിയിട്ട് വെടിവെക്കുന്നു, കൊല്ലപ്പെടുത്തുന്നു. ഹമാസ് ഗാസ കൺട്രോളിൽ കൊണ്ടുവരാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാ. ഇവിടെ ഈ ഗാസൻ മനുഷ്യത്വം എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോ എവിടെ? ഹമാസ് വലിയ രീതിയിൽ ഗാസൻ ജനതക്കെതിരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കേരളത്തില് ഈ പറയുന്ന ഗാസൻ ജനതയ്ക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയല്ലേ പിന്തുണച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 4 പെൺകുട്ടികളെ ഇപ്പോ മോചിപ്പിക്കുക, വിട്ടുകൊടുക്കുക ഈ ഹമാസ് എന്ന ഭീകര സംഘടന. ഈ ഹമാസ് എന്ന ഭീകര സംഘടന പിടിച്ചു വെച്ചിരുന്ന ഇവർക്ക് ഒരു വർഷത്തിലേറെയായിട്ട് ഇവര് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കൈകളിലാ. സകല സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടിട്ട് ഇനിയുമുണ്ട് 94 പേര് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യില്. ഈ ബന്ദികൾക്ക്, ഈ ഇസ്രായേലിലെ പൗരന്മാർക്ക് മനുഷ്യത്വത്തിന് അർഹതയുണ്ട് എന്ന് നിങ്ങളൊക്കെ ആരെങ്കിലും, ഈ ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ആരെങ്കിലും വിളിച്ചു പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു സമയത്ത് ഇസ്രായേലി പൗരന്മാർക്കും മനുഷ്യത്വത്തിന് അർഹതയുണ്ട്, ഹമാസ് എന്ന ഭീകര സംഘടന അവരെ ജയിലിൽ അടക്കുന്നത്, അവരെ ഇതുപോലെ കൊണ്ടുപോയിട്ട് ബന്ദിയാക്കി കൊണ്ടുപോകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഗാസയിൽ മനുഷ്യത്വം പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ കേരളത്തിൽ വിളിച്ചു പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഏത് പാർട്ടി എടുക്കാം, കേരളത്തിലെ ഇടതായിക്കൊള്ളട്ടെ, അതേപോലെ തന്നെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഇവരൊക്കെയാണല്ലോ ഈ ഹമാസ് ഈ ഗാസയിലെ പല ഈ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രോഗ്രാമുകളൊക്കെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകടനം നടത്തിയ ഒരു കൂട്ടരാണ് മുസ്ലിം ലീഗ്. ലോകത്തിലെ ഏറ്റവും വലിയ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയത് നമ്മുടെ കേരളത്തിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുത്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ പൗരന്മാർക്ക് മനുഷ്യത്വത്തിന് അർഹതയുണ്ട് എന്ന് ഒരിക്കലും വിളിച്ചു പറയാത്തത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇവരൊക്കെ മതം നോക്കിയ, മതം മാത്രം നോക്കിയാ ഇവരൊക്കെ മനുഷ്യത്വം വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തില് ബോധമുള്ള സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 4 പെൺകുട്ടികള്, ഇവരെ പോലെയുള്ള ഇനിയും 94 പേര് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കൈകളിലാ. ഇന്ന് ഈ 4 പേര് മോചിപ്പിക്കപ്പെടുക. ഇസ്രായേൽ വലിയ രീതിയിൽ കാത്തിരിക്കുക, വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുക. ഇവരെ വിട്ടുകൊടുക്കുന്ന സുന്ദരമായിട്ടുള്ള നിമിഷത്തിന് വേണ്ടിയിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവരെ വിട്ടുകൊടുക്കും. ആ ഒരു സുന്ദരമായ നിമിഷത്തിന് വേണ്ടിയിട്ട് നമുക്കും കാത്തിരിക്കാം.